ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ മെത്തേഡ് ഓഫ് റെപ്രസെന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് ടൈപ്പ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞ് രണ്ട് മെത്തേഡ്സുകൾ നമ്മൾ പഠിച്ചു. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൺവേർട്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു. അത് പഠിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. നമുക്ക് സെറ്റുകൾ പല വിധത്തിലുണ്ട്. ഓക്കെ, അതിനകത്തുള്ള ടൈപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. സോ ടൈപ്സ് ഓഫ് സെറ്റ്സ്, അതിനകത്ത് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ വേറെ പേരിട്ട് വിളിക്കും വോയിഡ് സെറ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിനെ വേറെ പേരിട്ട് വിളിക്കും നൾ സെറ്റ് എന്ന് വിളിക്കും. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേര് നൾ സെറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് നൾ സെറ്റ് ആണ്. പക്ഷേ നമുക്ക് ഈ കാണുന്ന സെറ്റിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇത് എന്ത് ടൈപ്പ് സെറ്റ് ആണെന്ന് അറിയുന്നതിന് നമ്മൾ ഓർത്ത് വെച്ചേക്കുന്നത് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്ന വേർഡാണ്. കാരണം ആ വേർഡിനകത്ത് തന്നെ ഉണ്ട് എന്താണ് ഈ സെറ്റ്. ഈ സെറ്റ് എന്ന് പറയുന്നത് എംപ്റ്റി ആണ്. എംപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എംപ്റ്റി സ്പേസ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം, ഒന്നുമില്ലാത്ത സ്ഥലം അല്ലെ, ഒരു വസ്തുക്കളും ഇല്ലാത്ത സ്ഥലം, അതായത് ഒരു ഓബ്ജക്റ്റും ഇല്ലാത്ത സ്ഥലം. അപ്പൊ നമ്മൾ സെറ്റ് പറയുമ്പോൾ എംപ്റ്റി സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓബ്ജക്റ്റും ഇല്ലാത്ത സെറ്റ്, അത്രേ ഒരു ഓബ്ജക്റ്റും ഇല്ല, ആരുമില്ല, എംപ്റ്റി ആണ്, ശൂന്യമാണ്. പിന്നെ മലയാളത്തിൽ വിളിക്കുന്ന പേര് ശൂന്യഗണമെന്നാണ്. ശൂന്യഗണം, ഇതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഹാവിംഗ് നോ എലമെന്റ്. സെറ്റ് ഹാവിംഗ് നോ എലമെന്റ്, ഒരു എലമെന്റ് ഇല്ല, ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എംപ്റ്റി സെറ്റ്. ഇങ്ങനെയാണ് ഈ എംപ്റ്റി സെറ്റ് വരുന്നത്, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റുകൾ ഉണ്ടാകാനുള്ള സിറ്റുവേഷൻസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എംപ്റ്റി സെറ്റിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. ഞാനിപ്പോഴൊരു ഗേൾസ് ഹൈസ്കൂളിൽ ചെന്നിട്ട് പറയാണ്, get me the set of all boys in this class or in this school. Set of all boys. ഗേൾസ് ഹൈസ്കൂളിൽ ചെന്നിട്ട് ബോയ്സിന്റെ സെറ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെങ്കിലും കിട്ടുമോ? അപ്പൊ അവിടെ ആരുമില്ല. ആരുമില്ലെങ്കിൽ എന്താണ് അത്? നൾ സെറ്റ് ആണ്, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ അല്ലെ. ഈ എണ്ണൽ സംഖ്യകള് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 2, 2 കാട്ടി കൂടുതലായിരിക്കണം, ബട്ട് ലെസ് ദാൻ 3, 3 കാട്ടി ചെറുതായിരിക്കണം, 2 കൂടുതലും 3 ചെറുത്. അങ്ങനെ നാച്ചുറൽ നമ്പർ ഉണ്ടാണ്. 2 കഴിഞ്ഞ തൊട്ടടുത്ത് നാച്ചുറൽ നമ്പർ ആരാണ്? 3 ആണ്. അപ്പൊ 2 കൂടുതലും 3 ചെറുതുമായിട്ട് ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. സോ അപ്പോഴേ നമുക്ക് പറയാം സെറ്റ് ഹാവിംഗ് നോ എലമെന്റ് എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ വന്നു കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് ആൻ എംപ്റ്റി സെറ്റ്. അതും തന്നെയാണ് എംപ്റ്റി സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതെല്ലാം ഈ പറഞ്ഞ രണ്ട് എക്സാമ്പിൾസും എന്താണ് എംപ്റ്റി സെറ്റിന് ഒരു എക്സാമ്പിൾ. ഈ എംപ്റ്റി സെറ്റ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഒരു 0 ഇട്ടിട്ട് നമ്മുടെ മധ്യത്തിൽ വര കൊടുക്കും. ഇത് നമ്മൾ വായിക്കുന്ന പേര് നൾ സെറ്റ് എന്ന് പറയും. നൾ സെറ്റ് ആയത് ഇതിനെ വായിക്കുന്നത് ഫൈ എന്നാണ് വായിക്കുന്നത്. ഇത് സിമ്പിളിന്റെ പേര് ഫൈ എന്നാണ്. ഓക്കെ, ഇത് നൾ സെറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ സിമ്പിളിന്റെ പേരെന്ന് പറയുന്നതാണ് ഫൈ, PHI, ഫൈ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ എളുപ്പമാണ്, നമ്മൾ 2 ബ്രേസസ് നമ്മൾ എന്ത് ചെയ്യും? ഇടും. ബ്രേസസ് ഓപ്പൺ ചെയ്യും, ബ്രേസസ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ടാണ് അതിനകത്ത് ആരും എഴുതുന്നില്ല. അപ്പൊ തന്നെ അതിന്റെ മീനിങ് അവിടെ ആയി കഴിഞ്ഞു. ഇത് സെറ്റാണ്. നമ്മൾ ബ്രേസ് ഇടുക എന്ന് പറയുന്നത് സെറ്റ് തന്നെ വേണ്ടി നമ്മൾ ബ്രേസ് ഇടുന്നത്. അതിനകത്ത് ആരും എഴുതിയിട്ടില്ല, അതിന്റെ മീനിങ് അവിടെ ആരും ഇല്ല. സോ എംപ്റ്റി സെറ്റ്. അപ്പോൾ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് ഇതെല്ലാം ഒരാൾക്കാർ തന്നെയാണ്. എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഹാവിംഗ് നോ എലമെന്റ്. ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. It is denoted by using the symbol phi. Phi എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്.
അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് സെറ്റുകൾ അല്ലെങ്കിൽ രണ്ട് ബ്രാസസുകൾ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വയ്ക്കും. അതിനകത്ത് എലമെന്റ്സുകൾ ആരെയും നമ്മൾ എഴുതത്തില്ല. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഇൻഫിനിറ്റ് എന്ന് പറയും. ഇൻഫിനിറ്റ് സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് ഓർ ഇൻഫിനിറ്റ് സെറ്റ്. എന്താണ് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ? അതൊക്കെ നമുക്ക് എന്താണ് ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ് നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് ഈ ടൈപ്പിന് ഡെഫിനിഷൻസ് എല്ലാം നമുക്ക് കിട്ടും. ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, അതാണ് ഫൈനൈറ്റ് അല്ലെ. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു സെറ്റ് പറയുമ്പോൾ എനിക്ക് അവിടെ പറയാൻ കഴിയണം ഇത്ര പേര് അതിനകത്തുണ്ട്, 5 പേരെങ്കിൽ 5 പേര്, അല്ലെങ്കിൽ 12 പേരെങ്കിൽ 12 പേര്, അല്ലെങ്കിൽ 58 പേരെങ്കിൽ 58 പേര്, നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അത്രയും എലമെന്റ്സുകൾ ഉണ്ടെന്ന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെ ഈ സെറ്റ് ഹാവിംഗ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, ഈ സെറ്റ് ഹാവിംഗ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന സെറ്റ് നമ്മൾ വിളിക്കുന്ന പേര് ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള സെറ്റ് ഹാവിംഗ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഈ സെറ്റ് ഹാവിംഗ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഈ സെറ്റ് ഹാവിംഗ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള സെറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ നമുക്ക് പറയാം, നമുക്ക് ഒരു സ്കൂളിൽ ചെന്നിട്ട് ആ സ്കൂളിലെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ ചെല്ലുന്നു, ക്ലാസ്സിൽ ചെന്നിട്ട് പറയുന്നു സെറ്റ് ഓഫ് ബോയ്സ് ഇൻ ദിസ് ക്ലാസ്. ആ ക്ലാസ്സിൽ ബോയ്സിന്റെ സെറ്റ്, ആ ക്ലാസ്സിൽ ബോയ്സിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്ര പേര്, ചിലപ്പോൾ ഒരു 50 പേരുള്ള ക്ലാസ് ആണെങ്കിൽ 30 പേര്, അല്ലെങ്കിൽ 20 പേര്, അല്ലെങ്കിൽ 22 പേര്, എത്ര നമുക്ക് കൃത്യമായിട്ട് എണ്ണി പറയാലോ. അപ്പൊ അതെന്ന് പറയുന്നതാണ് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഓക്കെ, ദാറ്റ് കണ്ടെയ്ൻസ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പൊ ഈ സെറ്റ് ഹാവിംഗ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. അതർവൈസ്, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, അതർവൈസ്, ഓക്കെ, അതിന്റെ മീനിങ് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് കണ്ടെയ്ൻ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഡെഫിനിറ്റ് നമ്പർ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയത്തില്ല, നമുക്ക് ആവശ്യം പോലെ എലമെന്റ്സുകളുണ്ട്, നമുക്കൊരു എണ്ണി തിട്ടപ്പെടുത്താനൊന്നും കഴിയത്തില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഒരു അവസാനം ഇല്ല. അങ്ങനെയുള്ള സെറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റ് സെറ്റ്. അപ്പൊ നമുക്ക് ഫൈനൈറ്റ് സെറ്റിന്റെ കൂടെ തന്നെ നമുക്ക് ഇൻഫിനിറ്റ് സെറ്റിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാനൊക്കെ. A set having definite number of elements is called finite. Otherwise, it is known as infinite set. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഫിനിറ്റ് സെറ്റ്. എക്സാമ്പിൾ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ഫൈനൈറ്റ് ആണ്. അവിടെ 1 2 3 4 5 6 എക്സെട്ര നമുക്ക് എപ്പോഴെങ്കിലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സെറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെറ്റ് ഹാവിംഗ് set having infinite number അല്ലെങ്കിൽ set does not contain definite number of elements is called infinite set. Example, set of unnatural number അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇന്റിജേഴ്സ്, ഇതെല്ലാം നമുക്ക് പറയാം. അല്ലെ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ ലൈൻ, ഒരു ലൈനുള്ള പോയിന്റ്സ് നമുക്ക് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കത്തില്ല. നമ്മൾ തിരമാലകളുടെ എണ്ണം കണക്കിന്, കടലിലെ തിരമാലകളുടെ എണ്ണം എങ്ങനെയാണോ അത് കണക്ക് തന്നെയാണ് ഇവിടെ. തിരമാലകൾ നമുക്ക് എണ്ണി പറയാൻ ഒക്കുമോ ഇത്ര എണ്ണം ഉണ്ടെന്ന്? ഇല്ല. അല്ലെങ്കിൽ നമ്മളൊരു കിണറ്റിൽ നമ്മളൊരു കല്ല് കൊണ്ടിടുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങൾ, ആ ഓളങ്ങൾ നമുക്ക് പറയാനൊക്കത്തില്ല, എന്നെ തിട്ടപ്പെടുത്താനൊക്കത്തില്ല അല്ലേ. അപ്പൊ അതൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്. ഓക്കെ, അടുത്ത മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈക്വൽ സെറ്റ്സ്. ഓക്കെ, മൂന്നാമത്തത് എന്താണ്? ഈക്വൽ സെറ്റ്സ്. രണ്ട് സെറ്റ് എപ്പോഴാണ് നമുക്ക് ഈക്വൽ ആണ് എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്ക് ടൈപ്പ് എന്ന് പറയാനൊക്കെ ഇതൊരു കണ്ടീഷൻ ആക്ച്വലി കേട്ടോ. ഈക്വൽ സെറ്റ്സ് എന്താണ്? ഈക്വൽ സെറ്റ്സ് രണ്ട് സെറ്റ് എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? ഈക്വൽ സെറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നതാണ് രണ്ട് സെറ്റ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്. രണ്ട് സെറ്റുകൾ ഞാൻ പറയുന്നു, എയും ബിയും രണ്ട് സെറ്റുകളാണെന്ന് വിചാരിക്കും. എയും ബിയും രണ്ട് സെറ്റുകളാണെന്നുണ്ടെങ്കിൽ എയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നതും ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം, ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് നമ്പർ ഓഫ്
elements of capital B equal ആയിട്ട് മാറണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എയിൽ ഏതൊക്കെ എലമെന്റ്സുകൾ ഉണ്ടോ അതെല്ലാം ബിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എയിലുള്ള എലമെന്റ്സുകൾ എല്ലാം ഇവിടെ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്, ബി contains exactly the same elements of A. Same elements of A. അതിന്റെ മീനിങ് ഇതാണ്, ബിയിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എയിലുള്ള അതേ എലമെന്റ്സുകളായിരിക്കണം, സെയിം എലമെന്റ്സുകളായിരിക്കണം. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആവണം, ഇനി അതേ എലമെന്റ്സുകൾ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയും വേണം. അങ്ങനെയാണ് നമുക്ക് പറയാം ആ രണ്ട് സെറ്റ് ഈക്വൽ ആവുന്നത്. ഓക്കെ, അപ്പം two sets capital A and capital B are said to be equal if they contains the same number of elements. First condition. Second condition എന്ന് പറയുന്നത് B contains exactly the same element of A. അല്ലെങ്കിൽ തിരിച്ചു പറയാം A contains exactly the same element of B. Okay, അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെറ്റ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദ സെയിം എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം സെക്കൻഡ് സെറ്റ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ് ഓഫ് ഫസ്റ്റ് സെറ്റ്. ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ രണ്ട് കണ്ടീഷൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചൊരു കാര്യം പറയാനുണ്ട് അതിനകത്ത്. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കുകയാണ്, A E I O U. B എന്ന് പറയുന്ന സെറ്റിൽ I E A O U. Okay. Are A equal to B? A യും B യും ഈക്വൽ ആണ്. നമ്മൾ ആദ്യം നോക്കേണ്ട ഇവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് നോക്കാം. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 എലമെന്റ്സ്. ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 എലമെന്റ്സ് ആണല്ലോ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാം. ഇവിടെ എ ഉണ്ട് അല്ലെ, അതേ എലമെന്റ് എക്സാക്ട്ലി ദ സെയിം എലമെന്റ് ബിയിലുണ്ടോ നോക്കാം. ഉണ്ട്, എ ഉണ്ട്. ഇ ഉണ്ട്, ഇവിടെയും അതേ എലമെന്റ് ഉണ്ട്. ഐ ഉണ്ട്, ഇവിടെ അതേ എലമെന്റ് ഉണ്ട്. ഓ ഉണ്ട്, ഇവിടെ അതേ എലമെന്റ് ഉണ്ട്. യു ഉണ്ട്, അവിടെ ആണല്ലോ. അപ്പൊ എന്താ, എ ഇ ഐ ഒ എന്ന് പറയുന്ന അതേ ആൾക്കാർ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സും ഈക്വൽ ആയിട്ട് മാറി. ഫസ്റ്റ് സെറ്റിനകത്തുള്ള അതേ എലമെന്റ്സുകൾ തന്നെ സെക്കൻഡ് സെറ്റിനകത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് സെറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ സെറ്റ്സ് ആണ് അല്ലെ. therefore നമുക്ക് പറയാം E is equal to. ചിലപ്പോൾ എക്സാമ്പിൾ നമുക്ക് ബി എന്ന് പറയുന്ന സെറ്റ് ചിലപ്പോൾ ഇങ്ങനെ റോസ്റ്റർ ഫോമിൽ തന്നെ തരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is a vowel in the English alphabet. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കിക്കൊണ്ട് അത് ആരാണ്, എ ഇ ഐ ഒ യു ആണ്. അപ്പൊ നമ്മള് അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുണ്ട് എയിലുള്ള എലമെന്റ്സ് അത്രയും ബിയിലുണ്ട്, എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ആ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയൊരു കണ്ടീഷൻ. ഞാനിവിടെ ആദ്യത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞു, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി ഈക്വൽ ആകും. ഈ ഒരു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര്, വേറൊരു പേരാണ് ഇക്വലന്റ് സെറ്റ് എന്ന് വിളിക്കും. ഇക്വലന്റ് സെറ്റ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഇവിടെ പറഞ്ഞു, സി എന്ന് പറയുന്ന സെറ്റിൽ പറയുന്നു 1 2 3 4 5. ഇവിടെ എത്ര എലമെന്റ്? 5 എലമെന്റ്. ഇവിടെ എത്ര എലമെന്റ്? 5 എലമെന്റ്. എയിലുള്ള അത്ര എലമെന്റ്സ് സിയിലും ഇല്ലേ? അപ്പൊ ഞാൻ പറയും എയും സിയും എന്താണ്, ഇക്വലന്റ് സെറ്റ്സ് ആണ്. എയും സിയും എന്താണ്, ഇക്വലന്റ് സെറ്റ്സ് ആണ്. പക്ഷെ എയും ബിയും എന്ത് സെറ്റ്സ് ആണ്, ഈക്വൽ സെറ്റ്സ്. കാരണം അവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആണ്, കൂടാതെ എന്തുമാണ്, എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ് ആണ്. പക്ഷെ ഇവിടെ എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ് ഇല്ല. എയിലുള്ള എ എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ ഉണ്ടോ? ഇല്ല. ഇ എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ ഉണ്ടോ? ഇല്ല.
ഇനി പോയിട്ട് ഞാൻ ഇവിടെ 4-നും 5-നും പകരം നിങ്ങൾ എയും ഓയും കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ ഈക്വലാവും. അപ്പോഴും ഈക്വലാവത്തില്ല. കാരണം ഇവിടുത്തെ ഇക്വലന്റ് ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് 5, ഇവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് 5. പക്ഷെ ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. ആദ്യത്തെ കേസ് നോക്കിയാണ്. പക്ഷെ ഇവിടെ ഇ ഉണ്ട്, ഇവിടെ ഇ ഇല്ല. അപ്പൊ സെയിം എലമെന്റ്സ് അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം എ നോട്ട് ഈക്വൽ ടു സി ആണ്. ബട്ട് എ ഈസ് ഈക്വലന്റ് ടു സി. എന്ന് പറയുന്നത് സിക്ക് ഈക്വലന്റ് ആണ്. അപ്പൊ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഒരു സെറ്റ് ഈക്വൽ ആവാനുള്ളതും ഒരു സെറ്റ് ഇക്വലന്റ് ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ, അവിടെ നമുക്കൊരു കാര്യം നമുക്ക് പറയണം. എവരി ഈക്വൽ സെറ്റ്സ് ആർ ഈക്വലന്റ് സെറ്റ്സ്. എല്ലാ ഈക്വൽ സെറ്റ്സും എന്തായിരിക്കും? ഈക്വലന്റ് സെറ്റ്സ് ആയിരിക്കും. കാരണം നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആയാലും ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം എവരി ഈക്വൽ സെറ്റ്സ് ആർ ഈക്വലന്റ് സെറ്റ്സ്. ബട്ട് ദ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചെന്ന് പറയാൻ നേരത്ത് എവരി ഈക്വലന്റ് സെറ്റ്സ് ആർ ഈക്വൽ സെറ്റ്സ് നീഡ് നോട്ട് ബി ട്രൂ. അങ്ങനെ ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, എവരി ഈക്വൽ സെറ്റ്സ് ആർ ഈക്വലന്റ് സെറ്റ്സ് ബട്ട് ഓൾ ഈക്വലന്റ് സെറ്റ്സ് ആർ നീഡ് നോട്ട് ബി ഈക്വൽ. എല്ലാ ഈക്വലന്റ് സെറ്റ്സും എന്തായിരിക്കത്തില്ല? ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ശ്രദ്ധിച്ചു. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, now let's discuss some problems related with the null set, finite sets and infinite sets. Question പറഞ്ഞിരിക്കുന്നത് which of the following sets are null set, finite set or infinite set? നമ്മൾ കുറച്ച് സെറ്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഈ ഡിസ്കസ് ചെയ്യുന്ന സെറ്റുകൾ ഫൈനൈറ്റ് ആണോ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണോ, അല്ലെങ്കിൽ നൾ സെറ്റ് ആണോ, എന്താണ് നമ്മൾ പറയാം. ഓക്കെ, ഞാൻ ആദ്യം പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സെറ്റ് ഓഫ് ആൾ ഓഡ് നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് which are divisible by 2. Which are divisible by 2. നോക്കണേ. സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് which are divisible by 2. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒറ്റ സംഖ്യകളാണ് അല്ലെ. ഏത് 1, 3, 5, 7, 9 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സുകളാണെന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് എന്ന് പറയും. ഈ ഓഡ് നമ്പേഴ്സുകൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കൂ? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു ഇവൻ നമ്പർ ആണ്, ഒരു ഇരട്ട സംഖ്യയാണെന്നാണ്. അപ്പൊ ഓഡ് നമ്പേഴ്സ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സുകളുടെ സെറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ എലമെന്റ് ഇല്ല. എലമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെറ്റ് നമ്മൾ വിളിക്കുന്ന പേര് നൾ സെറ്റ്. സോ അപ്പൊ ഇതെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് നൾ സെറ്റിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ്. ഓക്കെ, 2 സെറ്റ് ഓഫ് ആൾ letters in the word nucleus. ന്യൂക്ലിയസ് എന്ന് പറയുന്ന വേർഡിലുള്ള ലെറ്റേഴ്സ് നമുക്കറിയാം. ന്യൂക്ലിയസ് എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സിന്റെ സെറ്റ് നമുക്ക് നോക്കാം. ഇവിടുത്തെ സെറ്റ് ആരൊക്കെയുണ്ട്? അതുകൊണ്ട് നമുക്ക് റോസ്റ്റർ ഫോമിൽ ഒന്ന് എഴുതി നോക്കാം. റോസ്റ്റർ ഫോമിൽ എഴുതാൻ നമുക്ക് ആരൊക്കെ കിട്ടും പറയാം? N ഉണ്ട് അല്ലെ, U ഉണ്ട്, സി ഉണ്ട്, എൽ ഉണ്ട്, ഇ ഉണ്ട്. ഇനി യു ഒന്നുകൂടെ എഴുതേണ്ട കാര്യമില്ല. പിന്നെ ആരുണ്ട്? എസ് ഉണ്ട്. ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6 എലമെന്റ്സുകൾ ഉണ്ടല്ലോ. ഈ 6 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സഡ് ആണല്ലോ, അതായത് ഡെഫിനിറ്റ് ആണല്ലോ അല്ലെ. കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒക്കുന്നുണ്ട്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന വേർഡിനകത്ത് ഡിഫറെന്റ് ആയിട്ട് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ട് ഇതെന്താണ്? ഫൈനൈറ്റ് സെറ്റ്. 3 set of all lines parallel to x-axis. x-axis പാരലൽ ആയിട്ടുള്ള ലൈൻസുകളുടെ സെറ്റ്. ഞാൻ നമ്മുടെ ഒരു x-axis നമുക്ക് x-axis y axis ഉണ്ട്. x-axis പാരലൽ ആയിട്ട് ആവശ്യം പോലെ ലൈൻസ് വരച്ചുകൂടെ? നമുക്ക് ഒരു എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ലോ. അതിനപ്പുറം ആവശ്യം പോലെ ലൈൻസ് നമുക്ക് വരയ്ക്കാൻ കഴിയും. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ നോക്കും സെറ്റ് ഓഫ് ഓൾ ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണത്? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം അത്
ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് set of all x such that okay x is a natural number okay comma 0.5 less than x less than 5.5. 0.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അരയാണ്. 5.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അരയാണ്. ഇതിന് രണ്ട് ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ആ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് കൃത്യമായിട്ട് പറയാനോ? ഏതൊക്കെയാണ്? 0.5 കഴിഞ്ഞാൽ അര കഴിഞ്ഞാൽ ആദ്യം വരുന്ന നാച്ചുറൽ നമ്പർ 1 ആണ്. 5 മുമ്പ് ആദ്യം വരുന്ന നമ്പർ 5 ആണ്. അപ്പൊ 1 മുതൽ എത്ര 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് ഇവിടെ എഴുതാൻ 1 2 3 4 5. ഇറ്റ് ഈസ് ഫൈനൈറ്റ് ആണ്. നമുക്ക് എണ്ണത്തിൽപ്പെടുത്താൻ കഴിയും. സോ ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് set of even prime number. set of x x is an even prime number. x എന്ന് പറയുന്നത് ഒരു ഈവൻ പ്രൈം നമ്പർ ആണെന്ന് പറയും. ഈവൻ പ്രൈം നമ്പർ എത്ര എണ്ണം ഉണ്ട്? ഒറ്റ അല്ല, ആരാണ്? 2. കാരണം പ്രൈം നമ്പേഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 3 5 7 11 13 17 19 23 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ്. അതായത് നമ്പേഴ്സ് ഹാവിംഗ് ഓൺലി 2 ഫാക്ടേഴ്സ് ആണ്. 2 ഫാക്ടേഴ്സുകൾ മാത്രമുള്ള നമ്പേഴ്സുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരൊറ്റ ഈവൻ നമ്പർ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 2. വേറെ ഏത് ഈവൻ നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ ഈവൻ നമ്പറിന് നമുക്ക് 2 എന്ന് പറയുന്ന മറ്റൊരു ഈവൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതായത് ഒരു മൂന്നാമതൊരു ഫാക്ടർ അവിടെ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറയാൻ നോക്കും ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എക്സ് എക്സ് ആൻ ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒറ്റ ആളെ മാത്രമേ ഉള്ളൂ, അത് സെറ്റ് 2 ആണ്. ഓക്കെ, ഇവിടെ സെറ്റ് 2 എന്ന് പറയുന്നത് ഒറ്റ എലമെന്റ് മാത്രമേ ഉണ്ട്. ഒറ്റ എലമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ നോക്കും ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്. സെറ്റ് 2 എന്ന് പറയുന്നത് ഒറ്റ ആളെ മാത്രമുള്ള സെറ്റ്. ഇത് നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും, സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കും. കേട്ടോ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേർഡ് കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സെറ്റ് കൂടി ഉണ്ട്, ദാറ്റ് ഈസ് സിംഗിൾട്ടൺ സെറ്റ്. എ സെറ്റ് ഹാവിംഗ് ഓൺലി 1 എലമെന്റ്, ഒറ്റ എലമെന്റ് മാത്രമുള്ള സെറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. set of all numbers which are multiples of 5. set of all numbers which are multiple of 5, which are multiple of 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പേഴ്സ്. 5ന്റെ മൾട്ടിപ്പിൾസ് 5 10 15 20 25 എക്സെട്ര എത്ര ഉണ്ടെങ്കിലും പോയിക്കൂടെ? സോ നമുക്ക് ഒരിക്കലും എണ്ണത്തിൽപ്പെടുത്താൻ കഴിയത്തില്ല. നമുക്ക് ഇങ്ങനെ പറയാം ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, അത് ഇൻഫൈനൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരെണ്ണം കൂടെ നമുക്ക് എഴുതാം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. സെറ്റ് ഓഫ് ആൾ എക്സ് സെറ്റ് ദാറ്റ് എക്സ് ഈസ് എ പോയിന്റ് വിച്ച് ഈസ് കോമൺ ടു 2 parallel lines. X is a point which is common to 2 parallel lines. നിങ്ങൾ 2 parallel lines വരയ്ക്കുമ്പോൾ അവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന പോയിന്റ്, 2 parallel lines വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലും കോമൺ പോയിന്റ് കിട്ടോടെ? പെർപെൻഡിക്കുലർ ലൈനോ ഇന്റർസെക്റ്റിംഗ് ലൈൻസോ ആണെങ്കിൽ നമുക്കിവിടെ കോമൺ പോയിന്റ്സ് ഉണ്ടാവും. പാരലൽ ലൈൻ ആണെങ്കിൽ ഇത് ഒരിക്കലും ടച്ച് ചെയ്യാതെ പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അവിടെ ഒരിക്കലും ടച്ച് ചെയ്യത്തില്ല. ടച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിന്റ് കോമൺ ആയിട്ട് വരത്തില്ല. സോ അതിന്റെ മീനിങ് എക്സ് ഇസ് എ പോയിന്റ് വിച്ച് ഇസ് കോമൺ ടു 2 പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോയിന്റും ഇല്ല. അങ്ങനെയുള്ള സെറ്റ് നമ്മൾ വിളിക്കുന്ന പേര് നൾ സെറ്റ്. ഓക്കെ, നമ്മൾ ഏകദേശം 7 എക്സാമ്പിൾസ് നമ്മളോട് ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. എക്സസൈസ് 1.2 അത് നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിങ്ങൾ നോക്കുക. നോക്കിയിട്ട്
ഈ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ നൾ സെറ്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, മേജർ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസുകൾ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.